أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. أمن هو قانت آناء الليل ساجدا وقائما يحذر الآخرة ويرجو رحمة ربه قل هل يستوي الذين يعلمون والذين لا يعلمون إنما يتذكر أولو الألباب قل يا عباد الذين آمنوا اتقوا ربكم للذين أحسنوا في هذه الدنيا حسنة وأرض الله واسعة إنما يوفى الصابرون أجرهم بغير حساب. السلام عليكم ورحمة الله وبركاته. إن الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلل فلا هادي له. وأشهد أن لا إله إلا الله وحده لا شريك له. وأشهد أن محمدًا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. أما بعد فإن خير الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة. أعوذ بالله من الشيطان الرجيم. لقد كان لكم في رسول الله أسوة حسنة لمن كان يرجو الله واليوم الآخر وذكر الله كثيرا. وقد نهى المصطفى عنه لما قاله من الغلو إلى الإفراط في الندم. قد أسكت المصطفى البنين من صفة قد قالتها لما فيها من التهم وتنشدون وأنتم في جهالتكم أن الإله برى الأكوان من عدمه. لولا الرسول لكان الكون منعدما. هذه المصيبة قد يربت على الأمم. ومن علوم رسول الله وأسفا علم الإله وما في اللوح والقلم. والله لو سمع
مختار قولكم هذا لأركسكم في مارج الضرم. അല്ലാഹുവിന്റെ മഹത്തായ അനുഗ്രഹത്താൽ കല്ലടിക്കോട് പ്രദേശത്ത് വന്ന് എന്റെ ബഹുമാന്യരായ സഹപ്രവർത്തകരെയും പ്രവർത്തകന്മാരെയും കാണുവാനും ഇസ്ലാമികമായ കാര്യങ്ങൾ സംസാരിക്കുവാനും അവസരം നൽകി അനുഗ്രഹിച്ച സർവശക്തനായ അല്ലാഹുവിനെ സ്തുതിക്കുകയാണ്. ഈ വേദിയിൽ അണിനിരന്നിട്ടുള്ള ഇതിന്റെ പ്രവർത്തകന്മാർ, പണ്ഡിതന്മാർ, ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള സ്നേഹസമ്പന്നരായ എന്റെ ശ്രോതാക്കൾ, സഹോദരിമാർ, സഹോദരങ്ങൾ, ദൂരെ നിന്നെങ്കിലും ഈ ശബ്ദം ശ്രവിക്കുവാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന മാന്യരായ ശ്രോതാക്കൾ, എല്ലാവർക്കും അല്ലാഹു സുബ്ഹാനഹു വ തആല വലിയ പ്രതിഫലം നൽകി അനുഗ്രഹിക്കുകയും സന്മാർഗത്തിലേക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല അവതരിപ്പിച്ച അവന്റെ വെളിച്ചത്തിലേക്ക് ഏത് സന്ദർഭത്തിലും മുന്നേറുവാനും അതിൽ തന്നെ അടിയുറച്ചു നിന്ന് ഈ ലോകത്തോട് വിട പറയുവാനുമുള്ള സൗഭാഗ്യം നൽകി നമ്മെ ഓരോരുത്തരെയും റബ്ബ് സുബ്ഹാനഹു വ തആല അനുഗ്രഹിക്കുമാറാകട്ടെ. സഹോദരങ്ങളെ, ഓരോ ദിവസങ്ങളും കഴിഞ്ഞു പോകുമ്പോൾ നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിൽ നിന്ന് വിലപ്പെട്ട സമയങ്ങളും സന്ദർഭങ്ങളുമാണ് അടർന്നു വീണുകൊണ്ടിരിക്കുന്നത്. ഇന്നലെ കണ്ടവർ ഇന്ന് കാണാത്ത ഒരവസ്ഥ. ഇന്നലെ സംസാരിച്ച് പിരിഞ്ഞവരാണല്ലോ ഇന്ന് കേൾക്കുന്നത് പലരുടെയും മരണവാർത്തകളാണ്. ഇന്ന് ഇവിടെ ഒരുമിച്ച് കൂടിയ നാം ഇവിടെ നിന്ന് അല്ലാഹുവിന്റെ തൗഫീഖ് ഉണ്ടെങ്കിൽ പിരിഞ്ഞു പോവുകയാണെങ്കിൽ ഇനി ഒരുപക്ഷെ ഒരിടത്തും വെച്ച് കണ്ടുമുട്ടാൻ സാധിച്ചെന്ന് വരില്ല എന്ന് നാം ഓരോരുത്തരും വിശ്വസിച്ചിരിക്കേണ്ടുന്ന വളരെയേറെ നമ്മയെല്ലാം ചിന്തിപ്പിക്കുന്ന ഒരു പ്രത്യേകമായ അന്തരീക്ഷം. മരണം എന്ന സത്യത്തിന്റെ മുമ്പിൽ ഏത് വലിയ വൻശക്തികളും മുട്ടുമടക്കേണ്ടി വരുന്ന ഏറ്റവും വലിയ സത്യം മരണം തന്നെ എന്ന് ഏത് വിശ്വാസമില്ലാത്ത ആളുകൾ പോലും അന്താളിപ്പോടുകൂടി പറഞ്ഞു പോകുന്ന ഒരു പ്രത്യേകമായ സാഹചര്യം. പ്രിയപ്പെട്ടവരെ, എവിടെ വെച്ച് എപ്പോൾ നാം മരണപ്പെടുകയാണെങ്കിലും നമ്മുടെ എല്ലാവരുടെയും ആഗ്രഹം നമുക്ക് മുഅ്മിനുകളായി ഈ ലോകത്ത് നിന്ന് വിട പറയാൻ സാധിക്കണം എന്നതാണ്. ഞാനും നിങ്ങളുമൊക്കെ നിരന്തരം അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് തേടിക്കൊണ്ടിരിക്കുന്ന കാര്യമാണ് തവഫനി മുസ്ലിമൻ വ അൽഹിഖ്നി ബിസ്സാലിഹീൻ എന്നത്. അല്ലാഹുവേ, നീ എന്നെ മുസ്ലിമായി മരിപ്പിക്കണേ, നല്ലവരുടെ കൂടെ നീ എന്നെ ചേർത്ത് തരേണമേ എന്ന് പ്രാർത്ഥിക്കാത്ത മുസ്ലിമീങ്ങൾ ഇല്ല. മുസ്ലിമായി മരിച്ചിട്ടില്ലെങ്കിൽ ഈമാനോട് കൂടിയുള്ള ഒരന്ത്യമല്ല നമുക്കുണ്ടായതെങ്കിൽ നമുക്ക് വരാനിരിക്കുന്ന നഷ്ടത്തിൽ നിന്ന് മടക്കമോ കരകയറ്റമോ ഇല്ല എന്ന അടിയുറച്ച വിശ്വാസമാണ് നമ്മെ കൊണ്ടൊക്കെ അതെപ്പോഴും ഓർമ്മിപ്പിക്കാനും പ്രാർത്ഥിപ്പിക്കാനും ഹേതുവായി വർത്തിക്കുന്നത്. സഹോദരങ്ങളെ, മരണാനന്തരമുള്ള ജീവിതത്തിൽ
ശാശ്വതമായ സമാധാനം ലഭിക്കുവാനുള്ള മാർഗമാണ് നാം എല്ലാവരും ആരായേണ്ടത്, പഠിക്കേണ്ടത്. അത് മനസ്സിലാക്കുന്നതിലും പഠിക്കുന്നതിലും കക്ഷി താൽപര്യങ്ങൾ ഉണ്ടായിക്കൂടാ, വാശിയും വഴക്കും ഉണ്ടായിക്കൂടാ, കേൾക്കില്ല വരില്ല എന്ന ബോധം ഉണ്ടായിക്കൂടാ. ഞങ്ങൾ കേട്ടിരുന്നെങ്കിൽ, ഞങ്ങൾ ചിന്തിച്ചിരുന്നെങ്കിൽ, ഞങ്ങൾ കാര്യങ്ങൾ മനസ്സിലാക്കിയിരുന്നെങ്കിൽ ഞങ്ങൾ ഇന്ന് ഇവിടെ എത്തിപ്പെടില്ലായിരുന്നല്ലോ എന്ന് ചില ആളുകൾ ദുഃഖിക്കുകയും സങ്കടപ്പെടുകയും വിലപിക്കുകയും ചെയ്യുന്ന ഒരവസ്ഥ നാളെ മഹ്ശറിൽ നരകാഗ്നിയിൽ പോയി ചാടിയവർക്കുണ്ടാകാൻ പോകുന്നു എന്ന് പരിശുദ്ധ ഖുർആൻ നമ്മെ ഏവരെയും ഓർമ്മപ്പെടുത്തുകയാണ്. ആ സന്ദർഭത്തിൽ നരകത്തീയിൽ കിടന്ന് വെന്തുരുകിക്കൊണ്ടിരിക്കുന്ന മനുഷ്യന്മാര് വിലപിക്കുന്ന വിലാപം പരിശുദ്ധ ഖുർആൻ നമ്മളോട് ഓർമ്മപ്പെടുത്തിയിട്ടുണ്ട്. വഖാലൂ ലൗ കുന്നാ നസ്മഉ വ നഖിലു മാ കുന്നാ ഫീ അസ്ഹാബിസ് സഈർ. ഞങ്ങൾ കേട്ടിരുന്നുവെങ്കിൽ, ഞങ്ങൾ ചിന്തിച്ചിരുന്നുവെങ്കിൽ, കേൾക്കുകയും മനസ്സിലാക്കുകയും പഠിക്കുകയും കേട്ടതെന്താണ്, പറഞ്ഞതെന്താണ്, ഞാനതൊന്ന് ആലോചിക്കട്ടെ, ചിന്തിക്കട്ടെ, പഠിക്കട്ടെ. ഞാൻ മഹ്ശറിൽ നരകത്തിയിൽ പോകാതിരിക്കാനുള്ള കാര്യമാണല്ലോ ഈ പറയുന്നത്, അതുകൊണ്ട് ഞാനൊന്ന് കേൾക്കട്ടെ എന്ന മനസ്സന്നില്ലാതെ, കേട്ടുപോകരുതെന്ന വിചാരത്തോടെ വാശിയോടെ ഞാൻ മാറി നിന്നല്ലോ റബ്ബേ. അതാണല്ലോ എന്നെ നരകത്തിയിൽ എത്തിച്ചത്. അതുകൊണ്ട് നരകത്തിയിൽ വന്നു വീഴുന്ന പാപികളായ മനുഷ്യന്മാര് റബ്ബിന്റെ മുമ്പിൽ പറയുകയാണ്, ലൗ കുന്നാ നസ്മഉ ഔ നഖിലു മാ കുന്നാ ഫീ അസ്ഹാബിസ് സഈർ. ഞങ്ങൾ ഈ കത്തിയാടുന്ന നരകത്തിയിൽ വന്ന് ചാടില്ലായിരുന്നല്ലോ റബ്ബേ. അപ്പോൾ പ്രിയപ്പെട്ട സഹോദരന്മാരെ, മഹ്ശറിൽ എത്തിക്കഴിഞ്ഞിട്ട് നരകത്തിയിൽ പോയി വീഴുമ്പോ റബ്ബെ കേൾക്കാമായിരുന്നു, ചിന്തിക്കാമായിരുന്നു, പഠിക്കാമായിരുന്നു, വാശി വേണ്ടായിരുന്നു, കാര്യങ്ങൾ മനസ്സിലാക്കാമായിരുന്നു എന്ന് ഓരോ ദുർവൃത്തനായ പാപിയായ മനുഷ്യനും തോന്നുമ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ മറുപടി അവിടെ വെച്ച് ആ നിലക്കുള്ള ഒരു പ്രത്യേകമായ മടക്കത്തിന് അവസരമില്ലല്ലോ. ഇനി ദുനിയാവിലേക്ക് മടങ്ങി വന്നുകൊണ്ട് കാര്യങ്ങൾ കേൾക്കാനും പഠിക്കാനും ഇനി അവരവസരമില്ലല്ലോ. ശിക്ഷയിൽ നിന്ന് ഒരു ഇളവും അവർക്കില്ലല്ലോ. ആ സന്ദർഭത്തിൽ അവരോട് പറയപ്പെടുന്ന മറുപടി, ഇഖ്സഊ ഫീഹാ, നിന്ദ്യരായിക്കൊണ്ട് നരകത്തിയിലെ ശിക്ഷ അനുഭവിച്ചോളണം. വലാ തുകല്ലിമൂൻ, എന്നോടൊരക്ഷരം മിണ്ടിപ്പോകരുത്, മിണ്ടാതെ സഹിച്ചോളണം നരകത്തി എന്ന് റബ്ബുൽ ആലമീനിന്റെ മറുപടി കേട്ട് സന്താപത്തോടെ സങ്കടത്തോടെ വർദ്ധിച്ച രൂപത്തിലുള്ള വിഷമത്തോടുകൂടി നരകത്തിയിൽ ശാശ്വതമായി പ്രിയപ്പെട്ട മുഅ്മിനുകളെ നാം ആരും കടക്കാതിരിക്കുവാനുള്ള മാർഗമാണ് വിശദീകരിക്കാൻ പോകുന്നത്. എനിക്കും നിങ്ങൾക്കും സ്വർഗത്തിലെത്തണം. ഞാനും നിങ്ങളും നരകത്തിയുടെ വിറകുകളാവാൻ പാടില്ല. ആ നരകത്തിയെ രക്ഷിക്കാനുള്ള ബാധ്യത ഈ ദുനിയാവിൽ വെച്ചാണ്. നാളെ മഹ്ശറിൽ ചെല്ലുന്ന നേരത്ത് അതാ നരകത്തിയെ കൺമുമ്പിൽ കാണുമ്പോൾ അവിടെ പേടിച്ച് വിലപിച്ചത് കൊണ്ടൊരു മടക്കമില്ലല്ലോ.